എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ വിദ്യാർത്ഥികളും കിട്ടാത്ത വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ഫീസോ മറ്റോ കാര്യങ്ങളോ അടക്കേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാൻഡറ്ററി ഫീസ് അടക്കാനായിട്ടുണ്ടാവും. അപ്പോൾ എത്ര രൂപയാണ് ഫീസ് അടക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഫീസ് 17-ാം തീയതിക്ക് മുൻപായിട്ട് നിങ്ങൾ അടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് 13-ാം തീയതി മുതൽ, അതായത് ഇന്ന് മുതൽ 17-ാം തീയതി വരെ നിങ്ങൾക്ക് ആ ഒരു മാൻഡറ്ററി ഫീസ് അടക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ കുറേ ഓപ്ഷൻസ് നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ ഇതിന് മുകളിൽ ബാക്കിയുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഇനി ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോഴ്സ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു മാൻഡറ്ററി ഫീസ് അടക്കണം. അപ്പോൾ ഈ ഒരു മാൻഡറ്ററി ഫീസ് അടക്കണം എന്ന് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല, പിന്നീട് കേരള യൂണിവേഴ്സിറ്റിയിലുള്ള പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിലേക്കും നിങ്ങളെ പരിഗണിക്കുന്നത് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് മുഖ്യഘട്ടത്തിൽ പിന്നെ നിങ്ങളെ പരിഗണിക്കില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 5-ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഓപ്ഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ആ ഒരു മാൻഡറ്ററി ഫീസ് അടക്കുക. അതിനുശേഷം നിങ്ങളുടെ ഹയർ ഓപ്ഷൻ പിന്നീട് നിങ്ങൾക്ക് വേണ്ട, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫുൾ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്, അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് കരുതുക. അപ്പോൾ ആദ്യം ലഭിച്ച ആ ഒരു സീറ്റ് പോവും, പിന്നീട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആ ഒരു കോഴ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ ഒരു മാൻഡറ്ററി ഫീസ് അടക്കണം. കാരണം ഇല്ലെങ്കിൽ മുഖ്യഘട്ട അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പിന്നീട് നിങ്ങളെ പരിഗണിക്കുന്നതല്ല, അതുപോലെ കിട്ടിയ അലോട്ട്മെൻറ്റ് കൂടി നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്, അതായത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ തന്നെ മതി എന്ന് വിചാരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം വിദ്യാർത്ഥികൾ ആ ഒരു ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുക, അതായത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇനി ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഒരു ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ്റെ മുകളിൽ ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ ആ ഒരു അലോട്ട്മെൻറ്റ് നിലനിർത്താനായിട്ട്, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങൾ മുഖ്യഘട്ടത്തിൽ നിന്ന് പുറത്താവാതിരിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ ആ ഒരു മാൻഡറ്ററി ഫീസ് അടക്കുകയും പിന്നീട് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പുതിയതായിട്ടുള്ള കോളേജിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണോ എന്നുള്ളതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം 17-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റിനുള്ള ഡേറ്റ് ആണ്. അതിനുശേഷം 18-ാം തീയതിയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുക. അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നിലവിൽ ഇല്ല. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ മുഖ്യഘട്ടത്തിന് ശേഷമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റിനുള്ള, അതായത് അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നൽകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുകയും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റിന് ആയിട്ടുള്ള മാൻഡറ്ററി ഫീസ് വിദ്യാർത്ഥികൾ അടക്കുകയും ചെയ്യേണ്ടതാണ്. എത്ര രൂപയാണ് മാൻഡറ്ററി ഫീസ് എന്നറിയുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ അഡ്മിഷൻ ഷെഡ്യൂൾ ഫോർ FI/UGP അഡ്മിഷൻ 2024 എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു PDF ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 17-ാം തീയതിക്കുള്ളിൽ ഈ ഒരു മാൻഡറ്ററി ഫീസ് നിങ്ങളുടെ പ്രൊഫൈൽ വഴി ഓൺലൈനായിട്ട് അടക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരുന്നാൽ വിദ്യാർത്ഥികളെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതായിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കോളേജ് ജോയിനിങ് ആരംഭിക്കുന്നത് ജൂണല്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഒറിജിനൽ ഡോക്യുമെൻറ്റ്, അതായത് ഈ ഒരു ഓൺലൈൻ അപേക്ഷ നൽകിയ സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്ന എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റും എടുത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം, അതായത് ഈ ഒരു
19-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റല്ല കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതുള്ളൂ. അപ്പോൾ ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി CBSE ICSE ഇവയിലാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾ SSC ST വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ 930 മറ്റു കാറ്റഗറിയിലുള്ളവർക്ക് 1850 രൂപയുമാണ് ഫീസായിട്ട് വരിക. അതേസമയം നിങ്ങൾ NIOS അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ബോർഡുകളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ SC ST വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ 720 മറ്റു കാറ്റഗറിയിലുള്ളവർക്ക് 1640 രൂപയുമാണ് വിദ്യാർത്ഥികൾക്ക് ഫീസായിട്ട് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീസ് അടക്കുക. ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണെങ്കിൽ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. അവർ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അലോട്ട്മെൻറ്റ് ലഭിച്ച ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മുഖ്യഘട്ട അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.